ഏതായാലും അശ്വതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഭൂമിയും ജന്മഭൂമിയാണ് ഇന്ന് അവലോകനം ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഏതായാലും ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു വാർത്തയുണ്ട്. CJ റോയിയുടെ ആത്മഹത്യ അല്ലേ? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കി സ്വയം വെടിവെക്കുകയായിരുന്നു. അത്തരത്തിൽ ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എല്ലാ പത്രങ്ങളും പ്രധാനപ്പെട്ട തലക്കെട്ടുകളിൽ ഒന്നായി കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് ഈ RRTSുമായി ബന്ധപ്പെട്ട് മെട്രോമാൻ ശ്രീധരൻ്റെ വിമർശന ശരങ്ങളുണ്ടായിരുന്നു. അത് എല്ലാ പത്രങ്ങളും അത്ര പ്രാധാന്യത്തോടെ കൊടുത്തിട്ടില്ല. പക്ഷേ ജന്മഭൂമി ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. കാരണം സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമാണ്. RRTS കേരളത്തിൽ പ്രായോഗികമല്ല, അപ്രായോഗികമാണ്. അതായത് ഈ ബഡ്ജറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു ഗിമ്മിക്കിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇത് എന്നാണ് മെട്രോമാൻ പറഞ്ഞു വെക്കുന്നത്. അതെ, കൃത്യമായി എന്തുകൊണ്ട് ഇത് വേണ്ട അല്ലെങ്കിൽ അപ്രായോഗികമാണ് എന്ന് ശ്രീധരൻ പറഞ്ഞത് ആ രീതിയിൽ തന്നെ ജന്മഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ജനങ്ങൾ അറിയേണ്ട ഒരു വാർത്തയാണ്. പല മാധ്യമങ്ങളും ഇത് ചെറിയ കോളങ്ങളിൽ തിരസ്കരിച്ചപ്പോഴാണ് ജന്മഭൂമി മുഖ്യ വാർത്തയായിട്ട് ഇത് എടുത്തു എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ KP സുനേത്ര പവാർ നമ്മൾ രാവിലെ ചർച്ച ചെയ്ത വാർത്തയാണ്. ടേക്ക് ബൈ CMO ടുഡേ, അതായത് ചീഫ് മിനിസ്റ്ററായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ള വാർത്തയാണ് അവർ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബൈ March 31 ട്രാൻസ്ഫർ ലാൻഡ് ഫോർ ഫെൻസിംഗ് ഓഫ് ബോർഡർ ഹൈക്കോർട്ട് ബംഗാൾ. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലിയില്ലാത്ത ഭാഗങ്ങൾ ഈ രാജ്യസുരക്ഷയ്ക്കൊക്കെ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിർത്തിയിൽ വേലി നിർമ്മിക്കാനായിട്ട് നീക്കി വെച്ചിട്ടുള്ള ഭൂമി March 31 തന്നെ വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി എന്നെ ആകർഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് KP. അത് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഈസ് റെഡ് ടേണിംഗ് സാഫ്രോൺ. അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിശകലനം, പലരുടെയും മുഖം വലിച്ചു കീറുന്ന ഒരു വാർത്തയായി തന്നെ ഇതിനെ കാണാം. അതായത് ആ റെഡ് കൊടുത്തിരിക്കുന്നത് റെഡ് കളർ തന്നെയാണ്, CPM തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. സാഫ്രോൺ ഓറഞ്ച് കളറിലാണ്, BJP ആണ് കൃത്യമായും സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം പണ്ട് ഈ മതേതരവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന CPM ആ ഒരു നിലപാട് മാറുന്നൊരു കാഴ്ച, അതിനെ കൃത്യമായി ഈ ഒരു ആർട്ടിക്കിളിൽ ആരെഴുതിയിരിക്കുക, പ്രീതു നായർ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറയാം. അതായത് രാഷ്ട്രീയ ഭാഷ മാറുന്നു. ഇപ്പോൾ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വർഗസമരത്തെക്കുറിച്ചോ ഒന്നും അല്ല ഇവർ സംസാരിക്കുന്നത്. പകരം പാർട്ടികൾ പലപ്പോഴും പരസ്പരം വർഗീയവാദികളെന്ന് വിളിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. AK ബാലനും CPM AK ബാലനും UDFന്റെ AK ഷാജിയുടെയൊക്കെ പരാമർശങ്ങൾ നമുക്കറിയാം എത്രത്തോളം ചർച്ചയായതാണ്. കേരളം ഈ അടുത്ത വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തലക്കെട്ടാണ് എന്ന് തന്നെ പറയാം. അതായത് ഈ വോട്ടുകൾ ഇപ്പോൾ മതാധിഷ്ഠിതമായി സ്പ്ലിറ്റ് ചെയ്യുന്നൊരു കാഴ്ച, അതെന്തുകൊണ്ടാണ് ഇപ്പോൾ മതേതരവാദം ഉന്നയിക്കുന്ന CPM എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുന്നു? അങ്ങനെ ഒരു വളരെ മികച്ചൊരു ആർട്ടിക്കിൾ, സമയം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് വായിക്കണം. പോലും കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തിന്റെ ഒരു നേർസാക്ഷ്യം, നേർചിത്രം എന്നത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ? മറ്റൊന്ന്, ഈ V ശ്രീനിവാസൻ മരിച്ചത് രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയുമായ PT ഉഷയുടെ ഭർത്താവും കബഡി താരവുമായ ബംഗാളിൽ ശ്രീനിവാസൻ, 63 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ ദിവസം വീട്ടിൽ തളർന്ന് വീഴുകയായിരുന്നു. ഉടൻ പെരുമാൾപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിട്ടില്ല. ദേശീയ താരമായിരുന്നു. ഒരുപാട് ഈ കായിക രംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് സമർപ്പിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ മരണം, അതും നമ്മളെ ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, ആശ്വാസമാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മെൻസ്റ്റുറൽ ഹൈജീൻ എ ഫണ്ടമെന്റൽ റൈറ്റ്. എന്തുകൊണ്ടും വളരെ അഭിനന്ദനീയമായൊരു നിരീക്ഷണം, തീരുമാനമെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഓർഡർ സെപ്പറേറ്റ് ലൂസ് ഫ്രീ പാഡ്സ് ഇൻ സ്കൂൾസ് ഇൻ 3 months. 3 മാസം പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ സൗജന്യമായി പാഡുകൾ വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. ഏതായാലും അശ്വതി, ഇംഗ്ലീഷ് പത്രം മാത്രമേ വായിക്കൂ എന്ന് നമുക്ക് അല്ല, മലയാളമാണ് മാതൃഭാഷയാണ് എനിക്കിഷ്ടം. പക്ഷെ KP ഇംഗ്ലീഷ് പത്രം വായിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മലയാളം എടുത്തു, ഇംഗ്ലീഷ് എടുത്തു. മലയാള മനോരമയും ഈ പറഞ്ഞതുപോലെ തന്നെ റെയ്ഡിനിടെ വ്യവസായി CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ അത് എന്തിനെ എന്നുള്ളൊരു അതിപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം.
ഇതിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം ഈ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, എന്തിനും ഏതിനും ED-യെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറഞ്ഞു. ഈ റോയി മരിച്ചതിന് കേന്ദ്ര സർക്കാരിനെതിരെ അതിനും ആ വലിയ ഒരു രീതിയിലുള്ള വഴി കേൾക്കുകയാണ്. വിമർശനമാണ്. പക്ഷെ അദ്ദേഹം സാമ്പത്തികമായ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തുന്നത്. സ്വാഭാവികമായ എനിക്കത് നടത്തിയേ നടപടിക്രമങ്ങൾ. കാരണം ഒരു ഏജൻസിക്ക്, കേന്ദ്ര ഏജൻസിക്ക് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി കർത്തവ്യം കൃത്യമായി ചെയ്യണം. ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് എന്നതാണ് അതിലും രാഷ്ട്രീയം കാണുന്ന, അല്ലേ, അതിലും ചില താല്പര്യം കാണുന്ന വിമർശനങ്ങളാണ് ഉള്ളത്. ഈ റോയിയെ കുറിച്ച് പറയാൻ നമുക്കറിയാം, ഈ മലയാള സിനിമയ്ക്കടക്കം ഒരുപാട് സംഭാവനകൾ, ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെയും നിർമ്മിച്ച ഒരു വ്യക്തിത്വമാണ്, പ്രമുഖ ബിൽഡറാണ്. അദ്ദേഹത്തിന്റെ മരണം കോൺഫിഡൻസ് എന്ന നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് റോയിനെ തന്നെയാണ്. അതെ. ഇനി നമുക്ക് മനോരമ നോക്കുകയാണെങ്കിൽ ഒരു കരയിപ്പിക്കുന്ന PT ഉഷ കരയുന്ന ഒരു ചിത്രമുണ്ട്. കരളുരുകി എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഭർത്താവിൻ്റെ വിയോഗത്തിൽ വേദനിക്കുന്ന PT ഉഷയുടെ ചിത്രം ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ണ് നനയിപ്പിക്കുന്നതാണ്. ഇനി മനോരമയുടെ എഡിറ്റോറിയൽ പോളിസിയിലേക്ക് വന്നാൽ, മനോരമ ഇന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. യെസ്, വിവരാവകാശത്തിന് വിലങ്ങിടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഒപ്പം മത്സരം UDF-ഉമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ളൊരു അഭിമുഖമാണ്. അപ്പം ഈ ഭരണം നേടിയതിൻ്റെ ആവേശത്തിലാണ് BJP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന വിജയങ്ങളുടെ തുടക്കമായി പാർട്ടി ഇതിനെ കാണുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ലക്ഷ്യവും തന്ത്രവും എന്തൊക്കെയാണെന്നും അദ്ദേഹം മനോരമയുമായി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഇന്റർവ്യൂ എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് മിക്ക പത്രങ്ങളും ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ, അല്ലേ, ഈ ഇലക്ഷൻ ഈ രാഷ്ട്രീയ വാർത്തകൾക്കാണ് ഒരുപാട് പേജുകൾ നീക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. കാരണം ഇനിയിപ്പോൾ, അല്ലേ, ആ കണക്കുകൂട്ടലുകളുടെയും കിഴിക്കലുകളുടെയും ഒക്കെയും ഒരു ദിവസങ്ങളാണല്ലോ. മറ്റൊന്ന് പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നൊരു വാർത്ത നാളെ കേന്ദ്ര ബജറ്റ് എന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ഞായറാഴ്ച ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നു. ആ പ്രതീക്ഷകൾ, ആ വിലയിരുത്തലുകൾ, അല്ലേ, അതിനും മുഖ്യധാരാ പത്രങ്ങൾ ഒരുപാട് പേജുകൾ അല്ലെങ്കിൽ സ്പേസ് നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. മനോരമയുടെ കായിക പേജ് ഇന്ന് കുറച്ച് ആകർഷണീയമാണ്. നെഞ്ചാകെ സഞ്ജു അങ്ങനെ ഒരു ബൂട്ടൊക്കെ ഇട്ട് കളിക്കളത്തിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു ചിത്രമാണ്. നല്ല ചിത്രമുണ്ട്. പിന്നെ ജോക്കോ വേഴ്സസ് അൽക്കാരസ്, പിള്ളേർ സെറ്റാ. ഏത് പിള്ളേരാ? സന്തോഷ് ട്രോഫി ഫുട്ബോളിലും പിള്ളേർ സെറ്റാണെന്ന്. അപ്പോൾ കേരളത്തിന്റെ ക്വാർട്ടർ ഫൈനൽ ചൊവ്വാഴ്ചയാണ്. എതിരാളികൾ ആസമാണ്. എന്തായാലും അതൊരു വലിയ വാർത്ത തന്നെയാണ് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മലയാള മനോരമയുടെ ഇന്നത്തെ ഫ്രണ്ട് പേജൊക്കെ നോക്കിയാൽ അവരുടെ ഒരു ആസ് യൂഷ്വൽ ഒരു സമവാക്യങ്ങൾ ഒന്നും മാറി മറിഞ്ഞിട്ടില്ല. അതുപോലൊരു ഫ്രണ്ട് പേജാണ്, ഫ്രണ്ട് പേജാണ്. റോയുടെ തന്നെയാണ്. പിന്നെ ഹിന്ദുവിലേക്ക് പോവുകയാണെങ്കിൽ ഡൽഹി ബ്ലാസ്റ്റ് ടെറർ മൊഡ്യൂൾ പ്ലാൻ ടു ഹിറ്റ് കോഫി ചെയിൻ, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പം ഈ വി കുഞ്ഞകൃഷ്ണന്റെ പുസ്തക പ്രകാശനം ഫെബ്രുവരി 4-ാം തീയതിയാണ് പുസ്തക പ്രകാശനം. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അതിനിടയിൽ നമുക്ക് CJ റോയിയുടെ വാർത്തകൾ നൽകാൻ നിഷ തയ്യാറായി നിൽക്കുകയാണ്. ഇന്നലെ ബാംഗ്ലൂരുവിൽ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയ മലയാളിയായ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉടമ CJ റോയിയുടെ ശവസംസ്കാരം ഇന്ന് ബാംഗ്ലൂരുവിലാണ് നടക്കുക. സഹോദരൻ്റെ വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ. പോസ്റ്റ്മോർട്ടം നടപടികൾ ബാംഗ്ലൂരുവിൽ പുരോഗമിക്കുകയാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനായ CJ റോയ് ഇന്നലെ വൈകിട്ട് ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെയാണ് ആത്മഹത്യ ചെയ്തത്. നിഷ ദിലീപ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. നിഷ, ഇന്ന് സംസ്കാര ചടങ്ങുകൾ ബാംഗ്ലൂരിലാണ് നടക്കുക. ഒപ്പം നടപടിക്രമങ്ങളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? KP അശ്വതി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും CJ റോയിയുടെ സംസ്കാര ചടങ്ങുകൾ കോറമംഗലയിൽ നടക്കുക. കോറമംഗലയിലെ ദേവാലയത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. ബോറിംഗ് ആശുപത്രിയിൽ 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. ഇന്ന് പുലർച്ചെ തന്നെ ഈ റോയിയുടെ ഭാര്യയും മക്കളും ദുബായിൽ നിന്നും ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനുശേഷം 9 മണിക്ക് ശേഷം ഈ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. സഹോദരൻ്റെ വീട്ടിൽ ഉച്ചവരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, അതായത് കൃത്യമായ സമയം, ഈ സംസ്കാരത്തിൻ്റെ കൃത്യമായ സമയമൊക്കെ തന്നെ ഈ റോയിയുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് ആലോചിച്ച ശേഷമായിരിക്കും കൃത്യമായൊരു സമയത്തിലേക്ക് എത്തുക. എന്തായാലും 9 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കോറമംഗലയിലുള്ള സഹോദരൻ
CJ ബാബുവിൻ്റെ വീട്ടിൽ പൊതുദർശനം, ആ രീതിയിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതിനിടെ ഇന്ന് രാവിലെ തന്നെ ഈ റോയിയുടെ സഹോദരൻ CJ ബാബു ഈ ആദായ നികുതി വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ആദായ നികുതി വകുപ്പിൻ്റെ സമ്മർദ്ദം മൂലം തന്നെയാണ് സഹോദരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. ആ ആരോപണങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഉയർന്നിരുന്നു. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് CJ റോയിയുടെ കുടുംബം. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ബാംഗ്ലൂരിൽ തന്നെ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ദുബായിലായിരുന്നു. അപ്പോൾ ദുബായിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങോട്ട് വിളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതായത് കഴിഞ്ഞ ദിവസം ലോക്കറുകളൊക്കെ തുറന്നൊരു പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനായി ചില ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ റോയിയോട് ED ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിന് തൊട്ട് പിന്നാലെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ പോവുകയായിരുന്നു. ആ സമയത്താണ്, ഡോക്യുമെന്റ്സ് എടുക്കാൻ പോയ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അതെന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായും.